stop attack against Christians and minorities. Stop attack against minorities. Stop attack against minorities. Faith is not a crime. Faith is not a crime. India is a secular country. India is a secular country. We stand for secularism. We stand for secularism. We stand for secularism. We stand for pluralism. protect pluralism. Protect pluralism. ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുക. ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക. ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക. നടപ്പാക്കില്ല. ഇല്ല നടപ്പില്ല. ഇല്ല നടപ്പില്ല. RSS അജണ്ട നടപ്പില്ല. RSS അജണ്ട നടപ്പില്ല. സംരക്ഷിക്കൂ അവകാശങ്ങൾ സംരക്ഷിക്കൂ. ന്യൂനപക്ഷ അവകാശങ്ങൾ നടപ്പില്ല. ഈ മണ്ണിൽ നടപ്പില്ല. നിങ്ങളറിഞ്ഞോ നാട്ടാരെ? തിരുവനന്തപുരത്തിൻ മണ്ണിൽ ഇന്നലെ അനുമതിയില്ല. നിങ്ങളറിഞ്ഞോ നാട്ടാരെ? ക്രിസ്മസ് ഗാനം പാടാനായി മതേതരത്വം സംരക്ഷിക്കൂ. ഒന്നാണേ. We are clearly demanding to stop the atrocities against the minority community, especially the Christian community. Whenever an election is coming, the BJP leaders of Kerala will take a cake and will try to meet the people of Christian leadership. But really what was happened in Chhattisgarh, what was happened in Madhya Pradesh, what was happened in Odisha and Rajasthan, now in Trivandrum, totally condemnable and unfortunate. Yesterday what happened in Trivandrum is whenever a Christmas carol song has to be sing in that function of, they didn't allow it. They asked for, along with that, Renageetam of RSS has to be sung. What is this fate of this country? Then Rajasthan, you see that, what happening? Everywhere they are attacking Christian minority people. Churches, they are attacking against churches. They are attacking fathers, priests. They are attacking nuns. There is no religious freedom in this country nowadays. On one side, we are facing several issues like Manrega today, and another side, attack on minorities are increasing day by day. We can mention number of incidents, not number of hundreds of incidents in this country. Government is not at all even involving. All these activities are doing with the support of police, with the support of government machinery. We are, entire UDF of Kerala was strongly standing against these atrocities against the minority. We are for secularism. This country very much for secularism, but RSS and BJP agenda is to kill the secularism. That is why they are trying to attack minorities wherever they are in majority. This one. നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സമയത്തും ക്രിസ്മസ് വന്നാൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേക്കുമായിട്ട് നമ്മളെ BJP നേതാക്കന്മാർ പുരോഹിതന്മാരെ കാണാൻ പോകും. അവർ വലിയ മതേതരത്വം പ്രസംഗിക്കും, ക്രിസ്തുദേവനെക്കുറിച്ച് വാഴ്ത്തും. പക്ഷെ അതേ സമയത്ത് ഇന്ത്യയിലെമ്പാടും നടക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഭീകരമായ ആക്രമണമാണ്. അത് പോലീസിന്റെ അനുമതിയോടുകൂടി സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. അത് ഉത്തർപ്രദേശിലുണ്ട്, അത് മധ്യപ്രദേശിലുണ്ട്, അത് ഛത്തീസ്ഗഡിലുണ്ട്, അത് രാജസ്ഥാനിലുണ്ട്, ഒഡീഷയിലുണ്ട്. ഒഡീഷയിലത്തെ മർദ്ദനമേറ്റ അച്ഛൻ ഇപ്പോഴും പൂർണ്ണമായിട്ടും പഴയ സ്ഥിതി പുനഃസ്ഥാപിച്ചിട്ടില്ല. 80 വയസ്സ് കഴിഞ്ഞൊരു ഫാദറിനെയാണ് ഭീകരമായി ആക്രമിച്ചത്. അവിടെ കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണം നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം നമ്മൾ കാണുമ്പോഴും വിചാരിച്ച് കേരളത്തിലൊന്നും ഉണ്ടാവില്ലാതാണ് വിചാരിച്ചത്. പക്ഷെ ഇന്നലെ കേരളത്തിൽ നടന്ന എന്താണ്? ക്രിസ്മസ് കരോൾ ഗാനം പാടാൻ വന്നപ്പോൾ അവിടെ RSSന്റെ രണഗീതം പാടുന്നതാണ്. എന്താണ് ഇവർ ധരിച്ചിരിക്കുന്നത്?
ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമൂഹങ്ങളെയും എല്ലാ സമുദായങ്ങളെയും ആദരിക്കുന്ന ജനവിഭാഗമാണ് കേരളത്തിലുള്ളത്. എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിൽ ജനങ്ങൾ. സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. അവിടെ വർഗീയതയുണ്ടാക്കി പരസ്പരം തമ്മിലടിപ്പിച്ച് അതിലൂടെ 10 വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനം അവർ നടത്തുന്നത് എന്തിനാ? നമുക്കറിയാം RSSന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് തന്നെ ഈ ഐഡിയോളജി വ്യക്തമാണ്. പക്ഷേ മാപ്പ് വരണം BJPക്കാർ. തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം കേക്കുവായി പോകുന്നവർ മറുപടി പറയണം ഇതിനൊക്കെ കൃത്യമായിട്ട്. കേരള സമൂഹം ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇതാണ് സൂചിപ്പിക്കുക. Yes. Actually, today the Parliament is witnessing the murder of democracy by changing the name of Mahatma Gandhi in Manrega. Is clearly they are trying to kill the democratic values and they are trying to kill the ideology of the father of nation.